ഞാൻ ആലപ്പുഴയിലേക്ക് പോകുന്നു, അതിവേഗം മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകേണ്ടത് ഉള്ളതുകൊണ്ടാണ്. ശരണ്യ സ്നേഹജനാണ് ചെയ്യുന്നത് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഈ മോക്ക് പോളിംഗിൽ പരാതികളുണ്ടോ? എൽദോ, അത്തരം പരാതികളൊന്നും ഇപ്പോൾ എവിടെയും നോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത്തരത്തിൽ അറിയിപ്പുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടുമില്ല. എന്തായാലും എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് പ്രക്രിയ, ജനാധിപത്യപരമായുള്ള വോട്ടവകാശത്തിനുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ വൃത്തിയായി തന്നെ ഇവിടെ തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആലപ്പുഴ നമുക്കറിയാം എല്ലാ കാലത്തും പോളിംഗ് ശതമാനം വലിയ തോതിൽ നൽകുന്ന ഒരു ജില്ലയാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഇരവുകാട് മാധവ മെമ്മോറിയൽ സ്കൂളിലാണ്. അതിരാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ആലപ്പുഴയിലെ വാശിയേറിയ പോരാട്ടത്തിന്റെ തുടക്കം ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാവും. കഴിഞ്ഞ ഒരു മാസക്കാലമായി നീണ്ടുനിന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിലേക്ക് ജനങ്ങൾ ജനവിധി എഴുതാനായി എത്തിയിരിക്കുകയാണ്. നീണ്ട നിര ഈ രാവിലെ തന്നെ ഈ ബൂത്തുകളിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഈ നമ്മളുള്ള TKM ഈ മാധവ മെമ്മോറിയൽ സ്കൂളിലെ 38-ാം നമ്പർ ബൂത്തിലാണ് ഇന്ന് AM ആരിഫ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ് വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത്. നമ്മളിപ്പോൾ 6:30 കൂടിയാണ് ഇവിടെ എത്തിയത്. ആ 6:30 തന്നെ ആളുകൾ വന്ന് ക്യൂ നിന്നിരിക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു ക്യൂ ഇപ്പം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്കറിയാമല്ലോ, ആലപ്പുഴ വളരെയധികം വാശിയേറിയ ഒരു പോരാട്ടത്തിലേക്ക് കടക്കുന്ന തലയെടുപ്പുള്ള നേതാക്കന്മാർ മത്സരിച്ച് അവർ ആ ഓരോ മുന്നണിയും അത്തരത്തിലുള്ള പ്രചാരണം സംഘടിപ്പിച്ചൊരു സ്ഥലം കൂടിയാണ്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ സ്ഥലമാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ അത്തരത്തിൽ വലിയ വിവാദങ്ങൾ, മറുപടികൾ, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു, പ്രത്യേകിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട 3 സ്ഥാനാർത്ഥികളും തന്നെ നമുക്കറിയാം. ശോഭാ സുരേന്ദ്രനും ഒപ്പം KC വേണുഗോപാലും AM ആരിഫും വിവിധ മുന്നണികളുടെ ഏറ്റവും തലയെടുപ്പുള്ള 3 പേർ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ആലപ്പുഴ മണ്ഡലത്തിലുണ്ട്. അതാണ് നമ്മുടെ പുറകിൽ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ആ വോട്ടർമാരുടെ നീണ്ട നിര എന്ന് തന്നെ പറയാം. ഇങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ആലപ്പുഴ കനത്ത പോളിംഗിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിരാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തുന്നു എന്നുള്ളതാണ്. 14,86,000 വോട്ടർമാരാണ് ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിൽ തന്നെ 7 ലക്ഷത്തോളം സ്ത്രീ വോട്ടർമാരാണ് കൂടുതലുള്ളത്. 6 ലക്ഷത്തോളം പുരുഷന്മാരുമാണ് വോട്ട് രേഖപ്പെടുത്തുക. എന്തായാലും ഈ ഒരു സാഹചര്യം ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ട പോളിംഗ് ബൂത്തുകളുടെ ഒരു സാഹചര്യം ഇതാണ്. അത്തരത്തിൽ പോളിംഗ് പെർസെന്റേജ് ഉയർന്ന നിലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഒരു മുന്നണികൾക്കും ദൃശ്യങ്ങൾ അത് വളരെ സന്തോഷകരമാണ്. ജനാധിപത്യ വിശ്വാസികൾക്ക് സമ്മതിദാനാവകാശം അത് വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ കൂട്ടം കൂട്ടമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇത്തരം ദൃശ്യങ്ങളിലേക്ക് എത്താം. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കേണ്ടതുണ്ട്. പോളിംഗ് ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും ഈ മഹോത്സവത്തിന്റെ ഈ ദിനത്തിൽ നമുക്ക് വീണ്ടും ന്യൂസ് 18 സംഘത്തിനൊപ്പം തന്നെ ചേരാം. എല്ലാ മണ്ഡലങ്ങളിലും ചേരാം. നമ്മൾ